ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വളരെ ആഘോഷപരമായ ഒരു ജർമ്മൻ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ആണിത്. ഞാനിത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചു. അതായത് നവംബർ 11. ഇത് ഇവിടെ ജർമ്മൻകാരുടെ, പ്രത്യേകിച്ച് വെസ്റ്റ് ജർമ്മനിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണിന്ന്. അതായത് നവംബർ 11, 11 മണി 11 മിനിറ്റ് 11 സെക്കൻഡ്. ആ സമയത്താണ് ഇവിടുത്തെ ഈ കാർണിവലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കിക്ക് ഓഫ് അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയവരെ ആദരിക്കുന്നതിനായുള്ള ചടങ്ങുകൾ പലയിടത്തും നടക്കുന്നു. ഒരു നിമിഷം നിശബ്ദതയും പാലിക്കുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരല്പം താമസിച്ചു പോയി, അതുകൊണ്ട് അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അതായത് നോമ്പുകാലം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു ദിവസം ഇവർ ആഘോഷിക്കുന്നത്. വളരെ വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് പരേഡുകൾ നടത്താറുണ്ട്. ഇന്നത്തെ ഈ ആഘോഷം നടക്കുന്നത് ഇവിടെ കത്തീഡ്രൽ ചർച്ചിന് മുന്നിലാണ്. കൊളോൺ കത്തീഡ്രൽ വളരെ ഫേമസ് ആണ്. ജർമ്മനിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ധാരാളം 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒത്തുകൂടുന്നത്. പൊതുവെ കൊളോണിൽ വളരെ കുറച്ച് ഇന്ത്യക്കാരാണ് താമസിക്കുന്നത്. കൊളോണിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ഞാനും 1 മണിക്കൂർ ബസ്സും ട്രെയിനും കയറിയാണ് ഇവിടെ എത്തിയത്. പലർക്കും നമ്മളെ കാണുമ്പോൾ ഇവിടെ നിന്ന് വന്നെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പലരോടൊപ്പം നിന്ന് എനിക്കിതുപോലെ ഫോട്ടോ എടുക്കാൻ സാധിച്ചു. അവർ തന്നെ നിർബന്ധിച്ച് വിളിച്ച് നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും അവരുടെയൊക്കെ കുറേ ഫോട്ടോകൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വർണ്ണാഭമായിട്ടുള്ള കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെ. അതും ഒരു കാർണിവൽ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്, ഒരു ഫെബ്രുവരി. ഇതൊരു ചെറിയ കാർണിവലാണെന്ന് പറയാം. ഫെബ്രുവരി മുതൽ ആണ് വളരെ വലുതായിട്ടുള്ള കാർണിവൽ ഇവിടെ നടക്കുന്നത്. അത് പിന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. ശരിക്കും പ്രായഭേദമന്യേ ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പാട്ടും ബഹളവും ഡാൻസും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ കുപ്പികൾ എറിഞ്ഞെറിഞ്ഞ് കളിക്കുകയാണ്. അതിങ്ങനെ പൊട്ടി 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 അവിടെ ഇവിടെ മൊത്തം ഈ ഗ്രൗണ്ട് മുഴുവനും കുപ്പിച്ചില്ലും ഒക്കെയാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ക്ലീനിങ്ങും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പോലീസുകാരും കൂടെയുണ്ട്. ഈ ഒരു കാർണിവൽ നടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിൻ്റെ സംഘം തന്നെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ മരുന്നും സിറിഞ്ചും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും എമർജൻസി ആർക്കെങ്കിലും വന്നാൽ അവിടെ വച്ച് തന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് ഡോക്ടേഴ്സ് ഇവിടെ നിൽക്കുന്നത്. ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഉണ്ട്. എനിക്ക് അതിശയം തോന്നി, ഇത്രയും ജനങ്ങൾ കൂടുന്ന സ്ഥലം, എന്നിട്ടും അവരിങ്ങനെ കുപ്പികൾ വലിച്ചെറിഞ്ഞ് അത്രയും പൊട്ടിച്ച് ഒക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡോക്ടേഴ്സും ഉണ്ട്, പോലീസും ഉണ്ട്. ആരോടും ഒന്നും തന്നെ പറയുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്നൊന്നും ആരും പറയുന്നില്ല. ഇവിടെ ഇങ്ങനെ കുപ്പികൾ വലിച്ചെറിഞ്ഞും ബോട്ടിലുകളും ഒക്കെ വലിച്ചെറിഞ്ഞും മുഴുവൻ പൊട്ടിച്ചിട്ടേക്കുകയാണ് എല്ലായിടവും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും ഒരു എൻജോയ്മെൻറ്റ് എവിടെ കിട്ടും? ആണിനും പെണ്ണിനുമൊക്കെ ഒരേപോലെ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുണ്ട് എന്ന് വിചാരിച്ച് അവർ ആരെയും അനുകരിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്, അതവർ മുറുകെ പിടിക്കുന്നു. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ലാംഗ്വേജിൻ്റെ കാര്യത്തിലായാലും അവർക്ക് അവരുടേതായിട്ടുള്ളത് മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് സായിപ്പും മദാമയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 100% തെറ്റാണെന്നാണ് എൻ്റെ ഈ അനുഭവത്തിലൂടെ മനസ്സിലായത്. എനിക്ക് ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ പറ്റിയതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. നല്ല നല്ല കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. എന്നോടൊപ്പം നിങ്ങൾക്കും ഈ കാഴ്ചകൾ രസകരമായിരുന്നുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.